ആനാന്നങ്ങനെ വിളിക്കണേ? ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കോട്ടൂർ ആനക്കൊട്ടിലാണ്. അപ്പോൾ നമ്മളെ തമ്പുരുവിനെയൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ആനക്കൊട്ടിൽ കൊണ്ടുവരണമെന്ന് കുറേ ദിവസത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നാണത് സാധിച്ചിരിക്കുന്നത്. നമ്മളെന്തായാലും അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് ആനകളെയും കാണിച്ചു തരാം, ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇത് ഇപ്പോഴാണ് ഗായ്സ് ഇതിപ്പോൾ നല്ല രീതിയിൽ പുരോഗമനമൊക്കെ ആയിട്ടുള്ളത്. അപ്പം നേരത്തെ ഇത്രയും ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെ കാണിച്ചു തരാം. ബൈ ഗൈസ്. നമ്മുടെ തിരുവനന്തപുരത്ത് കോട്ടൂര് കാപ്പുകാടാണ് ഈ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ വരുന്നത്. ഇത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററാണ്. അപ്പോൾ കയറി വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ വലിയ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇതിപ്പോൾ ഡെവലപ്മെന്റ് ഇത്രയും നടന്നതാണ്. ഇത് 100 കോടിക്ക് മേലെ വരുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് ആനകളെ കാണാൻ പോകുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് പുതുക്കിയ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടിക്കറ്റിന്റെ ചാർജും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിക്കാം. ഉള്ളിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. എന്നിട്ട് നമ്മൾ മേലോട്ട് കയറുകയാണ്. നല്ല വെയിലുണ്ട്. ഉച്ചയ്ക്ക് 11:30 ആയി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെയാണ് പാർക്കിംഗ്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. ദെൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ മേലോട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്തിയത് ലേറ്റായിപ്പോയി. നല്ല രാവിലെ വന്നിരുന്നെങ്കിൽ, അതായത് ഒരു 8-9 മണിയൊക്കെ ആ ടൈമിൽ വന്നിരുന്നെങ്കിൽ ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതും അതിനെ കുളിപ്പിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു. ഇനിയിപ്പോൾ അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഈ ആനയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. കുട്ടി ആനയാണ്. നമുക്കിതിൻ്റെ അടുത്ത് പോകാനൊന്നും പറ്റില്ല. ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീരെ അങ്ങ് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവിടെ ഒന്നും കണ്ടില്ല. രാജ 11 വയസ്സ്. രാജ രാജ ഹായ്. രാജ രാജ പരമായിട്ടാണ് കൊടുക്കാൻ കൊടുത്തൂടാ. മതി മതി. ഹലോ. സലാം 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 സലാം. ഈ ആനയുടെ പേര് മനു എന്നാണ്. ഇതിന് 8 വയസ്സാണ് പ്രായം. Hola.
പ്രതിമോല തോന്നുന്നു. ആന എവിടെ മക്കളെ? ആന ആരില്ല. എങ്ങനെ വെള്ളം വെള്ളം മാലെവിടെ ആനേരെ? ഓമ്പോ അടുത്ത ആന. റാണ 12 വയസ്സ്. റാണാന്നുള്ളി ആനാന്നല്ല റാണാന്നുള്ളി. എന്റെ പേര് റാണ. റാണ റാണാന്നുള്ളി. ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ വെയില്, ഇവിടെ തണുപ്പ്. ഗൈസ്, നമ്മൾ കണ്ടതെല്ലാം കുട്ടി ആനകളെയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് വലിയ ആനകളെയാണ് കാണാൻ പോണേ. അഭിലാഷന്റെ ഐഫോൺ കത്തിപ്പോയി ഗൈസ്. നല്ല ചൂടായി പോയി. ഓക്കെ. നമ്മൾ നടക്കാൻ തുടങ്ങി മ്യൂസിയത്തിൽ പോണ ഇവിടെ നമുക്ക് ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു ബോട്ട് ഉണ്ടല്ലേ, ഏതോ പോണം. ഈ കാണുന്ന മതിലിനകത്തും ആന നിപ്പുണ്ട്. തമ്പുരു പെട്ടെന്ന് നടന്നു വന്നുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഇവിടെ കാണാൻ നല്ല രസമാണ്. അവിടെ മലയുണ്ട്. പിന്നെ ഇത് നമ്മുടെ നെയ്യാറാണ് ഈ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് ഈ കാണുന്ന മൊത്തം എന്താ പറയുക, ഒരു കാടിൻ്റെ ആ ഒരു ഫീലാണ്. പക്ഷേ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ബിൽഡിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. എന്തായാലും നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അമ്പ ഹേയ്, എവിടെ പോണേ? ആ ഭാഗത്താണ് ബോട്ടിംഗ് വരുന്നത്. ബോട്ടിംഗ് മാത്രമല്ല, കുട്ടവഞ്ചി, അങ്ങനെ നിരവധി ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകണില്ല, നല്ല വെയിലാണ്. നമ്മളിനി പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടി ആനയെ കാണാനാണ്. എന്റെ പൊന്നേ, അച്ഛൻ എവിടെയോ കണ്ടുപിടിച്ച ആനയുണ്ടെന്നും പറഞ്ഞ് പോവേണം. നമുക്ക് നോക്കാം. പോവല്ലെന്നാ ഓക്കെ. ഗൈസ്, അവിടെ പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞേ. ഞാൻ ആനയെ കണ്ടില്ല, അച്ഛൻ മാത്രമേ കണ്ടുള്ളൂ. കൊമ്പില്ല എന്നൊക്കെയാണ് പറഞ്ഞേ. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. വയലൻ്റ് ആയ ആനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അമ്മ ഹായ് പറ. ഒന്ന് ഇങ്ങോട്ട് വാടോ, മറിഞ്ഞിരിക്കാതെ.
അനുസരണയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആന. അപ്പോൾ ഇതാണ് ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആന. സോമൻ എന്നാണ് ഇതിന്റെ പേര്. 80-81 എന്താണ് ഇതിന്റെ വയസ്സ് വരുന്നത്. ഹായ് പറ. ഹായ് ഹായ് പറ മക്കളെ. ആനയെ കാണിച്ചാ ആനയെ വിളി. ആന എങ്ങനെ തുമ്പിക്കൈ പോക്കണേ? ഒമ്പോ അങ്ങനെയാണ് പോക്കണേ. ആനോ എങ്ങനെ തമ്പ? ആന അങ്ങനെ വിളിക്കണേ. തുമ്പിക്കൈ എങ്ങനെ പോക്കണം? ആന എവിടെ? ആന എവിടെ? ആനയെ കാണിച്ചാ മക്കള്. ആനയെ വിളി. ആന എങ്ങനെ തുമ്പിക്കൈ പോക്കണേ? എങ്ങനെ എങ്ങനെ മക്കളെ? ആനോ എങ്ങനെ തമ്പ? ആന അങ്ങനെ വിളിക്കണേ. തുമ്പിക്കൈ എങ്ങനെ പോക്കണേ? ഓ തുമ്പിക്കൈ നോക്ക്, തുമ്പിക്കൈ നോക്ക്, തുമ്പിക്കൈ നോക്ക്. ഇവിടെ നല്ല മഴ വരാൻ പോവാണെന്ന് തോന്നുന്നു. കാരണം നല്ല കാർമേഘമുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് പക്ഷെ നല്ല പൊരി വെയിലാണ്. ഉച്ച സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല വെയിലാണ്. നമ്മൾ വന്ന സമയത്തിൻ്റെ കുഴപ്പമാണ്. അപ്പം നിങ്ങൾ വരുന്നുണ്ടേ രാവിലെ വരാൻ നോക്കുക, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ. അതാണ് ബെറ്റർ. അല്ലാണ്ട് നമ്മൾ വന്ന ഈ സമയത്ത് വന്നാൽ പണി പാളും. പക്ഷെ എന്തായാലും മൊത്തത്തിലുള്ള ആംബിയൻസ് ഇവിടെ കിഡിലാണ്. ഇവിടുത്തെ വ്യൂ ആയാലും മൊത്തം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. മസ്റ്റ് വിസിറ്റാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ മൺഡേ ആണ് ഹോളിഡേ വരുന്നത്. അപ്പോൾ വരുന്നവർ ബാക്കി ദിവസങ്ങളിൽ വരാൻ വേണ്ടിയിട്ട് നോക്കുക. പോവാം തമ്പാ. ഓക്കെ ഓക്കെ ബാ പോവാം. ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. ആളെ ഇവിടെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട്. ഈ ആന നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ആന തന്നെയാണ്. ഇത് നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഇങ്ങനെ സ്റ്റോപ്പാവും. വീണ്ടും 2 സ്റ്റെപ്പൊക്കെ ഇടും, വീണ്ടും നിൽക്കും. നല്ല രസമുണ്ട്. അങ്ങനെ എടുത്തതാണ് ഇതിനെ. ഇപ്പം കണ്ട ആന നിൽക്കുന്നതിൻ്റെ അവിടെയുള്ള സ്ഥലമാണിത്. ഈ ഭാഗത്ത് മാത്രം എന്തോ നിറയെ ബട്ടർഫ്ലൈസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറച്ചൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് 2 ഷെയ്ഡുണ്ട് അതിന്. അതായത് മുകൾ ഭാഗത്ത് പച്ച കളറും അതിൻ്റെ അടിഭാഗം ചിറകിൻ്റെ അടിയിൽ വെള്ള കളറുമാണ്. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിറയെ ഉണ്ട്. ആ ഒരു ഏരിയയിൽ മാത്രം അത് നിറയെ വന്നിരിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈയുടെ കൂടെ കളിക്കണം. കളിച്ചു നോക്കിയോ? ഗൈസ്, അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നല്ല തളന്ന്. ഇവിടെയൊക്കെ നല്ല തണലുണ്ട് ഈ വരുന്നതേ. പക്ഷേ നല്ല ക്ഷീണമുണ്ട്. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിക്കാൻ എവിടെയാണ് പോണേ? അത് നമ്മള് കൊറേ നാളുകൊണ്ടേ വിചാരിക്കും, പക്ഷെ നടക്കൂല. ഇന്ന് നമ്മളങ്ങനെ അതും സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഇനി എന്താണ്, നമ്മൾ എവിടെ പോയാലും അവസാനിക്കുന്നില്ല. അതാണ്. ഇവിടെ കോട്ടൂര് മുന്നേ വരാൻ നേരത്തും റോഡ് പണിയെന്നും പറഞ്ഞ് ഇവിടെ കയറ്റി വിട്ടില്ല മുമ്പ് ഒരു ദിവസം. അത് ജസ്റ്റ് നമ്മൾ വ്ളോഗ് എടുത്തായിരുന്നു ഇൻട്രോ. പക്ഷെ അതാണ് ഇപ്രാവശ്യം വല്ല പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. വരാൻ പറ്റി പെട്ടെന്നുള്ള രാവിലെ തീരുമാനിച്ച് പെട്ടെന്ന്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഞാനും അമ്മയും തമ്പുരും ഫസ്റ്റ് ടൈം. മനു വന്നൂല. ഇനി അവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. തമ്പുരു എങ്ങനെ ഊതണേ? തമ്പുരു ഊത്, പി പി ഊത്. എങ്ങനെ പി പി ഊതണേ? അയ്യോ, സൗണ്ട് കേട്ടില്ല. ഊത് തമ്പുരു, ഊത്. സൂപ്പർ.
അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.